Good morning. Our next topic is conditions and warranties. അപ്പം എന്താണ് കണ്ടീഷൻസ്, എന്താണ് വാറണ്ടീസ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ആദ്യം നമ്മൾ എന്താണ് സ്റ്റിപ്പുലേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. സോ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എ സെല്ലർ യൂഷ്വലി മേക്സ് സർട്ടൻ റെപ്രസെൻറ്റേഷൻസ് വിച്ച് ഫോം എ പാർട്ട് ഓഫ് ദി കോൺട്രാക്റ്റ് and they affect the contract. Such they are called stipulations. അതായത് നമ്മളൊരു സെയിൽ നടത്തുന്ന സമയത്ത് സെല്ലർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ഹി മേക്സ് സർട്ടൻ റെപ്രസെൻറ്റേഷൻസ്. അത് എന്തായിരിക്കും എന്നാ പറയുന്നത്, അത് കേട്ടിട്ടായിരിക്കാം ചിലപ്പം ആ സെയിൽ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് സ്റ്റിപ്പുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിപ്പുലേഷൻസ് രണ്ട് വിധത്തിൽ വരും. എ സ്റ്റിപ്പുലേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഇസ് കോൾഡ് എ കണ്ടീഷൻ ആൻഡ് എ ലെസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റിപ്പുലേഷൻ ഇസ് കോൾഡ് വാറണ്ടി. മനസ്സിലായല്ലോ? അതാണ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കാൻ പോവുകയാണ്. വാറണ്ടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നുണ്ട്, സെക്ഷൻ 12(2) A condition is a stipulation essential to the main purpose of the contract, the breach of which gives rise to a right to treat the contract as repudiated എന്നാണ് പറയുന്നത്. അതായത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. അതായത് ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദി മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. പിന്നെ പറയുന്നത് എന്താ, ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈസ് എ റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂഡിയേറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് ദ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ കോസസ് ഇറിപ്പയറബിൾ ഡാമേജസ് ടു ദി അഗ്രീഡ് പാർട്ടി വിച്ച് വുഡ് ഡിഫീറ്റ് ദ വെരി പേർപ്പസ് ഫോർ വിച്ച് ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ് എന്നാണ് പറയുന്നത്. Then the breach of condition gives a right to the agreed party to rescind the contract. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒരു കണ്ടീഷൻ ആവാൻ പറയുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്റ്റിപ്പുലേഷനെയാണ് പറയുന്നത്, സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. അതായത് ആ ഒരു സ്റ്റിപ്പുലേഷൻ, ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. പിന്നെ പറയുന്നത് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവുന്ന പറയുന്നത്, ഇറ്റ് കോസസ് ഇറിപ്പയറബിൾ ഡാമേജസ് ടു ദി അഗ്രീഡ് പാർട്ടി എന്നാണ് പറയുന്നത്. ആൻഡ് വിച്ച് വുഡ് ഡിഫീറ്റ് ദ വെരി പേർപ്പസ് ഫോർ വിച്ച് ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ്. ഇപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്താവുന്ന പറയുന്നത്, ഈ സാധനം വാങ്ങുന്ന ആൾക്ക് എന്തെങ്കിലും ഇറിപ്പയറബിൾ ഡാമേജസ് ഉണ്ടാവും. അത് കാരണം തന്നെ ആ കോൺട്രാക്റ്റിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേർപ്പസ് തന്നെ എന്താവുക ചെയ്യാമെന്നാണ് പറയുന്നത്, സാധിക്കാതെയായി പോകും. പിന്നെ പറയുന്നത് ബ്രീച്ച് ഓഫ് എ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ എന്തെങ്കിലും ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതെന്താക്കാന്നാണ് പറയുന്നത്, അവിടെ അഗ്രീഡ് പാർട്ടിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് റിക്കവർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. അപ്പോൾ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിപ്പുലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടീഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി അപ്പോൾ കണ്ടീഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഇസ് എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് കോൺട്രാക്ട്, ദെൻ ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് ദ അഗ്രീഡ് പാർട്ടി എ റൈറ്റ് ടു ടെർമിനേറ്റ് ഓർ റിസിൻഡ് ദ കോൺട്രാക്ട്. അതായത് ഇറ്റ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദി കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് നോൺ ഫുൾഫിൽമെൻറ്റ് അപ്സെറ്റ്സ് ദ വെരി ബേസിസ് ഓഫ് ദി കോൺട്രാക്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് വാറണ്ടി എന്നുള്ളതാണ്. സെക്ഷൻ 12 സബ്സെക്ഷൻ 3 പറയുന്നത്, എ വാറണ്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റിപ്പുലേഷൻ. പക്ഷെ അവിടെ എവിടെ വ്യത്യാസം വരുന്നതെന്നറിയോ, എ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. കണ്ടീഷനിൽ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് എന്നാണ് പറഞ്ഞത്. വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്, ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ് റൈസ് to a claim for damages but not to a right to reject the goods and treat the contract as repudiated. ഇതും ഒരു സ്റ്റിപ്പുലേഷൻ തന്നെയാണ്, പക്ഷേ എസെൻഷ്യൽ സ്റ്റിപ്പുലേഷൻ അല്ല. ഇറ്റ് ഈസ് എ കൊളാട്രൽ. കൊളാട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇറ്റ് ഈസ് ഓൺലി എ കൊളാട്രൽ ഇൻ നേച്ചർ. ഓക്കെ.
ഇനി പറയുന്നത് ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ്സ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന വാറണ്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനു മാത്രമുള്ള റൈറ്റേ ഉള്ളൂ? റൈറ്റ് ടു ക്ലെയിം ഫോർ ഡാമേജസ്. അല്ലാതെ എന്തിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്? നോട്ട് എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂഡിയേറ്റഡ്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി വെക്കുക. കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താക്കാം എന്നാണ് പറയുന്നത്? ടെർമിനേറ്റ് ചെയ്യാം. നേരെ മറിച്ചിട്ട് വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റിപ്പുലേഷൻ. പക്ഷേ എങ്ങനെയുള്ള സ്റ്റിപ്പുലേഷനാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഓൺലി എ കൊളാട്രൽ. ഇറ്റ് ഈസ് ഓൺലി കൊളാട്രൽ ഇൻ നേച്ചർ ആൻഡ് ദ ബയർ കനോട്ട് പുട്ട് ആൻ എൻഡ് ടു ദ കോൺട്രാക്ട് ഓൺ നോൺ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ഈ വാറണ്ടിയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കാനോ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനോ ഉള്ളതൊന്നും റൈറ്റ് ആർക്കില്ല? ബയറിനില്ല. ദ ബയർ കനോട്ട് പുട്ട് ആൻ എൻഡ് ടു ദ കോൺട്രാക്ട് ഓൺ നോൺ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ഹി ക്യാൻ ഓൺലി ക്ലെയിം ഡാമേജസ് ഫ്രം ദി സെല്ലർ. ഓക്കെ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് വാറണ്ടി പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് കൊളാട്രൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. Then the breach of warranty causes damages to the agreed party and does not defeat the main purpose of the contract. Damages ഇതാക്കാന്നല്ലാണ്ട് കോൺട്രാക്റ്റ് എന്താക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിഫീറ്റ് ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. ദെൻ അഗ്രീഡ് പാർട്ടി ക്യാൻ ഓൺലി ക്ലെയിം ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. അല്ലാണ്ട് എന്തിനുള്ള റൈറ്റ് ഇല്ല? ഹി കനോട്ട് റെപ്യൂഡിയേറ്റ് ദ കോൺട്രാക്ട്. മനസ്സിലായോ? അപ്പോൾ ഈ 2 ടേംസും, if the term amounts to condition, then it would be open to the buyer to reject the goods എന്നാണ് പറയുന്നത്. If they do not comply with the condition. നേരെ മറിച്ചിട്ട് where the term is only a warranty, the buyer cannot reject the goods. He must accept them, but he can claim damages for breach of warranty. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ രണ്ടും ഡെഫിനേഷനൊക്കെ പഠിച്ച് വെച്ചോളൂ കേട്ടോ. വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്, ദ ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് റൈസ് ടു ഓൺലി ക്ലെയിം ഫോർ ഡാമേജസ് ബട്ട് നോട്ട് ടു എ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റെപ്യൂഡിയേറ്റഡ്. ഓക്കെ. നമ്മൾ നോക്കാൻ പോണത് സ്റ്റിപ്പുലേഷൻ ആസ് ടു ടൈം. Unless a different intention appears from the term of the contract, stipulations as to time of payment are not of the essence of a contract of sale എന്നാണ് പറയുന്നത്. അതായത് ചില അങ്ങനെ ഇത് പറഞ്ഞിട്ടില്ല വെച്ചാൽ ടൈം എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാറില്ല? എസെൻഷ്യലായിട്ട് അതായത് ടൈം ഓഫ് പേയ്മെൻറ്റ് ആർ നോട്ട് ഓഫ് ദി എസെൻസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. പക്ഷേ ചില കേസസിൽ ടൈം ഈസ് കൺസിഡേർഡ് ടു ബി ദി എസെൻസ് ഓഫ് കോൺട്രാക്ട്. ഏതൊക്കെ സമയത്താണ് നോക്കുക? വേർ ദ പാർട്ടീസ് ഹാവ് എക്സ്പ്രെസ്ലി അഗ്രീഡ് ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടീഷനാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടൈം എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രെസ്ലി അഗ്രീഡ് ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ. ദെൻ വെയർ ഡിലേ ഓപ്പറേറ്റ്സ് എൻ ഇഞ്ചുറി ടു ദ പാർട്ടി. അതായത് ടൈം പറഞ്ഞിട്ടുണ്ട്, ആ ടൈമിനുള്ളിൽ പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽ നടക്കാതിരിക്കുക, ഗുഡ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക് എന്തുണ്ടാവും? ഇറ്റ് കോസസ് ഇഞ്ചുറി. അതേപോലെ അങ്ങനെയുള്ള സമയത്തും ടൈം ഒരു കണ്ടീഷനായി എസെൻസ് ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ വേർ നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് ദി കോൺട്രാക്ട് റിക്വയേഴ്സ് ഇറ്റ് ടു ബി എ കണ്ടീഷൻ. ഈ 3 കേസസിൽ മാത്രമേ ഉള്ളൂ ടൈം ഈസ് കൺസിഡേർഡ് ടു ബി ദി എസെൻസ് ഓഫ് ദി കോൺട്രാക്ട്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ് ഈ കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ഇറ്റ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് അവോയ്ഡ്സ് ദ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെസിൻറ്റ് ദി കോൺട്രാക്ട്. നേരെ മറിച്ച് വാറണ്ടി ഇസ് എ ടേം വിച്ച് ഇസ് ഓൺലി കൊളാട്രൽ ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗോ ടു ദി റൂട്ട് ഓഫ് ദി കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് ദ മെയിൻ പേർപ്പസ് ഓഫ് കോൺട്രാക്ട് കനോട്ട് ബി ഫുൾഫിൽഡ് അൺലെസ് കണ്ടീഷൻ ഇസ് ഫുൾഫിൽഡ്. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻ പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് എന്താവില്ല? ഇറ്റ് കനോട്ട് ബി ഫുൾഫിൽഡ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ വാറണ്ടി.
ഇനി തേർഡ് ഡിഫറൻസ്, എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ വുഡ് എൻറ്റൈറ്റിൽ ദ അതർ പാർട്ടി ടു റെപ്യൂഡിയേറ്റ് ദ കോൺട്രാക്ട് ഓൾ ടുഗദർ. എന്തെങ്കിലും കണ്ടീഷനിലൊരു ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് റെസിൻഡ് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. എ ബ്രീച്ച് ഓഫ് വാറണ്ടി will give right only to claim damages and not to avoid the contract. The last difference, a breach of condition may be treated as a breach of warranty and the affected party may be satisfied with damages only. ചില കേസസിൽ രണ്ട് പാർട്ടീസും ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്. അതായത് ഈ ഒരു ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പം എന്തായിട്ടും കണക്കാക്കാം, വേണമെങ്കിൽ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് കണക്കാക്കാം. പക്ഷെ ഒരിക്കലും ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. ഓക്കെ. ഇനി ചില കേസിലുണ്ടല്ലോ കണ്ടീഷൻ ട്രീറ്റഡ് ആസ് വാറണ്ടി. ഏതൊക്കെ കണ്ടീഷൻസാണ് ചിലപ്പോൾ വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് എ കണ്ടീഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാറണ്ടി ആർ ക്ലാസിഫൈഡ് അണ്ടർ 2 ഹെഡ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് വോളണ്ടറി സർക്കംസ്റ്റൻസസ് പറയുന്നുണ്ട്, പിന്നെ ഒന്ന് കമ്പൽസറി സർക്കംസ്റ്റൻസസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വോളണ്ടറി സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ അതായത് സെക്ഷൻ 13(1) പറയുന്നത് ഇതാണ്: ഓതറൈസസ് ദ ബയർ ടു ട്രീറ്റ് കണ്ടീഷൻ വെദർ ഇംപ്ലൈഡ് ഓർ എക്സ്പ്രസ് ആസ് വാറണ്ടീസ്. അതായത് കണ്ടീഷൻസ് ആർ ഫോർ ദ അഡ്വാൻറ്റേജ് ഓഫ് ദി ബയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഹി ക്യാൻ, ഇഫ് ഹി വാണ്ട്സ്, ട്രീറ്റ് ദ കണ്ടീഷൻസ് ആസ് വാറണ്ടീസ്. അപ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ വെക്കുന്നത് ബയറിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബയർക്ക് ഇപ്പം ആ ഒരു കണ്ടീഷൻ വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താക്കാം എന്നാണ് പറയുന്നത്, ആ സമയത്ത് അത് വാറണ്ടി ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. സോ എ ബയർ മേ ട്രീറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് ബ്രീച്ച് ഓഫ് വാറണ്ടി ആൻഡ് ആക്സെപ്റ്റ് ദ ഗുഡ്സ്. അപ്പോൾ ബയർ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ക്യാൻ വേവ് ദ കണ്ടീഷൻ ആൻഡ് ആക്സെപ്റ്റ് ദ ഗുഡ്സ് ഈവൻ ദോ സർട്ടൻ കണ്ടീഷൻസ് ആർ നോട്ട് ഫുൾഫിൽഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബയർ വോളണ്ടറിലി ആക്സെപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ബ്രീച്ച് ഓഫ് കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ബയർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് അയാൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ചില കേസിൽ കമ്പൽസറി സർക്കംസ്റ്റൻസസ് വരാറുണ്ട്. കമ്പൽസറി വേവർ ഓഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 13(2) പറയുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ദ ബയർ ഇസ് compelled to treat the breach of condition as breach of warranty. അതായത് if the contract is not divisible and buyer accept all the goods or part of it, he cannot reject the goods due to non-fulfillment of some conditions എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതും പകുതി സ്വീകരിച്ചു പോയി, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ പ്രകാരം എന്ത് ചെയ്ത് കുറച്ച് ഗുഡ്സ് അയാൾ യൂസ് ചെയ്യുമോ അയാൾ ആക്സെപ്റ്റ് ചെയ്തോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നിർബന്ധമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാല്ലാണ്ട് നിവർത്തില്ല. മനസ്സിലായല്ലോ? അപ്പം വെൻ ദി കോൺട്രാക്റ്റ് ഇസ് ഡിവിസിബിൾ ദ ബയർ ഹാസ് ദ റൈറ്റ് ടു റിജക്ട് ദ റിമൈനിങ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവിസിബിൾ അല്ലെങ്കിൽ എന്തേ നിവർത്തിയുള്ളൂ, ഹി കനോട്ട് റിജക്ട് ദ ഗുഡ്സ് ഡ്യൂ ടു നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് സം കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ബട്ട് ഹി ക്യാൻ ക്ലെയിം ഡാമേജസ്. പിന്നെ നേരെ മറിച്ചിട്ട് വെൻ ദി കോൺട്രാക്റ്റ് ഈസ് ഡിവിസിബിൾ ദ ബയർ ഹാസ് ദ റൈറ്റ് ടു റിജക്ട് ദ റിമൈനിങ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് നോക്കാം. അപ്പോൾ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ 2 ഹെഡ്സ്. ഏതൊക്കെയാണ്? എക്സ്പ്രസ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, അതേപോലെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പ്രസ് എന്നുള്ള വേർഡ് എപ്പോഴാണ് യൂസ് ചെയ്യാം? when the conditions and warranties are clearly written in the contract of sale, they are called express conditions and warranties. നേരെ മറിച്ച് implied എന്ന് പറയുന്നത് എപ്പോഴാണ്? when the conditions and warranties are not written in the contract of sale, they are known as implied conditions and warranties. Though not written in the contract, these implied conditions and warranties are applicable by operation of law or by trade or custom. ഓക്കെ. അപ്പോൾ എന്താണ് എക്സ്പ്രസ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് നോക്കി വെക്കുക, പിന്നെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. ഓക്കെ. ഇനി
സം ഇമ്പോർട്ടൻറ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് വരാറുണ്ട്. ഏതൊക്കെയാണ് സം ഇമ്പോർട്ടൻറ്റ് ഇംപ്ലൈഡ് കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റിപ്പുലേഷൻ വിച്ച് ഹാസ് നോട്ട് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഇൻ എക്സ്പ്രസ് ടേംസ്. കൃത്യമായിട്ട് എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ബട്ട് ദ ലോ പ്രെസ്യൂംസ് ദാറ്റ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് included it in their contract. അപ്പോൾ both parties are therefore bound by implied conditions എന്നാണ് പറയുന്നത്. അപ്പോൾ implied conditions are included in the Sale of Goods Act. ഏതൊക്കെയാണ് implied conditions നോക്കാം. അങ്ങനെയുള്ള അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് കണ്ടീഷൻസ് ആസ് ടു ടൈറ്റിൽ ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് സോൾഡ് അതായത് സെക്ഷൻ 14A പറയുന്നത് ഇതാണ്: the seller of goods has a valid title to the goods. After the sale, if the buyer comes to know that the seller had no title to sell the goods, the buyer may reject the goods and claim refund of money paid എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും സെല്ലർക്ക് എന്തുണ്ട് എന്നാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അസംഷൻ അതാണ് സെല്ലറാണ് അതിൻ്റെ ഓണർ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. ഇനിയിപ്പം സെയിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ബയർക്ക് മനസ്സിലാവുകയാണ് സെല്ലർ ആരല്ല, റിയൽ ഓണർ അല്ല, ഹി ഹാസ് നോ ടൈറ്റിൽ ടു സെൽ ദ ഗുഡ്സ്, അങ്ങനെ ഒരു ഓണർഷിപ്പ് ഇല്ല, അയാളുടെ പേരിലല്ലാത്തൊരു സാധനം അയാൾ വിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബയറിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹി മേ റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ക്ലെയിം റീഫണ്ട് ഓഫ് മണി. അപ്പോൾ ഇൻ എവറി കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് സെല്ലർ ഹാസ് എ വാലിഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ആൻഡ് ഹെൻസ് ഹി ക്യാൻ സെൽ ദം. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഇംപ്ലൈഡ് കണ്ടീഷൻ പറയുന്നത്. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ഓഫ് ഗുഡ്സ് സോൾഡ്. ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹി ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഓക്കെ, അതായത് ഓണർഷിപ്പ്, ആസ് ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർഡ്. സോ ഹെൻസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ സെല്ലർ ടു എൻഷുർ ദാറ്റ് ഹി ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇംപ്ലൈഡ്, അതിങ്ങനെ എവിടെ എഴുതി വെക്കണമെന്നൊന്നുമില്ല. സെല്ലർ ഞാനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇംപ്ലൈഡ് കണ്ടീഷൻ പറയുന്നത് ഗുഡ് സോൾഡ് ഷുഡ് കറസ്പോണ്ട് ടു ദ ഡിസ്ക്രിപ്ഷൻ. അതായത് എങ്ങനെയാണോ ഡിസ്ക്രൈബ് ചെയ്തത്, ഗുഡ്സ് എങ്ങനെയാണോ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഡിസ്ക്രൈബ് ചെയ്തത് അതേ സാധനം തന്നെ ആവണം കൊടുക്കേണ്ടത്. അതാണ് ഗുഡ്സ് സോൾഡ് ഷുഡ് കറസ്പോണ്ട് ടു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർ ദർ ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ്സ് ഷാൾ കറസ്പോണ്ട് വിത്ത് ദാറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം സെക്ഷൻ 15 ഇത് പറയുന്നത്. അപ്പോൾ ഇഫ് ആഫ്റ്റർ ദ സെയിൽ ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ദ ഗുഡ്സ് ഡു നോട്ട് കറസ്പോണ്ട് ടു ദ ഡിസ്ക്രിപ്ഷൻ ദ ബയർ ക്യാൻ റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ക്ലെയിം റീഫണ്ട് ഓഫ് പ്രൈസ് പെയ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടല്ല കോൺട്രാക്ട് സെയിൽ നടന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഡിസ്ക്രൈബ് ചെയ്ത പോലത്തെ ഗുഡ്സ് അല്ല വന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബയർക്ക് എന്താക്കാം? ഹി ഹാസ് ദ റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ഹി ക്യാൻ ക്ലെയിം ഫോർ റീഫണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ബോട്ട് എ ബ്രാൻഡ് ന്യൂ കാർ ഫ്രം ബി who described it as a brand new car. ഒരു കാറ് വാങ്ങുന്ന സമയത്ത് ബി ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു ബ്രാൻഡ് ന്യൂ കാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ ബോട്ട് ഇറ്റ് വിത്തൗട്ട് സീയിങ് ഇറ്റ്, കാണാതെയാണ് വാങ്ങിയിട്ടുള്ളത് അയാളുടെ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ട്. ബട്ട് വെൻ ദ കാർ വാസ് ഡെലിവേർഡ് എ ഫൗണ്ട് ദാറ്റ് ദ കാർ വാസ് എ യൂസ്ഡ് വൺ. ന്യൂ കാറാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്, പക്ഷേ കാണാതെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കി. പക്ഷെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാൻഡ് കാറാണ് എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബട്ട് വെൻ ദ കാർ വാസ് ഡെലിവേർഡ് എ ഫൗണ്ട് ദാറ്റ് ദ കാർ വാസ് എ യൂസ്ഡ് വൺ വിച്ച് ഹാഡ് ബീൻ റീപെയിൻറ്റഡ് ആൻഡ് പോളിഷ്ഡ്. അപ്പോൾ എ ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ദ കാർ ടു ബി. അപ്പോൾ കോർട്ട് ഇൻ ദിസ് കേസ് സെൻറ്റൻസ് ദാറ്റ് എന്താ വിധിച്ചത് എന്നറിയോ? The sale was by description and the car did not correspond with the description. So A had a right to reject the car and claim refund of the price if paid.
മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഗുഡ് സോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് കറസ്പോണ്ട് ടു ഡിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വാങ്ങുന്ന സാധനമാണെങ്കിലുള്ള കഥയാട്ടോ പറയുന്നത്. അല്ലെങ്കിൽ ബയർക്കത് എന്താക്കുക, റിജക്റ്റ് ചെയ്യാം, ആ ഗുഡ്സ് റീഫണ്ട് ചെയ്യാം, റീഫണ്ടിന് വേണ്ടി ക്ലെയിം ചെയ്യാം. ഓക്കെ. ഇനി മൂന്നാമതൊരു കണ്ടീഷൻ പറയുന്നത് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. സെക്ഷൻ 16(1) പറയുന്നത്. ഇവിടെ എന്താ പറയുക, ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ, ജനറൽ റൂൾ ഇസ് ദാറ്റ് എനി സെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാവറ്റ് എംപ്റ്റർ, CAVET എന്നാട്ടോ, കാവറ്റ് എംപ്റ്റർ. കാവറ്റ് എംപ്റ്റർ എന്ന് പറയും, EMPTOR. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലെറ്റ് ദ ബയർ ബി വെയർ. അതായത് ബയർ എന്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെ ക്വാളിറ്റി, ഫിറ്റ്നസ് എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം ഗുഡ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാ ലെറ്റ് ദ ബയർ ബി വെയർ എന്നാണ് കാവറ്റ് എംപ്റ്ററിൻ്റെ മീനിങ്. അപ്പോൾ ഇറ്റ് ഈസ് ഓർഡിനറിലി ആക്സെപ്റ്റഡ് ദാറ്റ് ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ് ഷാൾ ബി ഫിറ്റ് ഫോർ ദ പെർട്ടിക്കുലർ പേർപ്പസ് ഫോർ വിച്ച് ദ ബയർ ബോട്ട് ഇറ്റ്. അപ്പോൾ ബട്ട് ഇൻ സം സർക്കംസ്റ്റൻസസ് സെല്ലർ ഹാസ് ടു സെൽ ഗുഡ്സ് വിച്ച് വിൽ സാറ്റിസ്ഫൈ ദി ബയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കേസിലും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ബയർ ടു ചെക്ക് ദ ഗുഡ്സ് ബിഫോർ ഈ ബൈ. അപ്പം ചില കേസിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ. സെല്ലർ എന്താക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. സെല്ലർ ഹാസ് ടു സെൽ ദ ഗുഡ്സ് വിച്ച് വിൽ സാറ്റിസ്ഫൈ ദി ബയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താവശ്യത്തിനാണോ വാങ്ങുന്നത് എന്നുള്ളത് സെല്ലർ എന്ത് ചെയ്തോളണം, നോക്കിയും കണ്ടും ചെയ്യണം. ഇൻ സച്ച് കേസസ് ദ ബയർ ടെൽസ് ദ സെല്ലർ ഹിസ് പേർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് എന്നുള്ളത്. ഇപ്പം നമുക്കൊന്നും അറിയാത്തൊരാളാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ അതിനാവശ്യത്തിനുള്ള എന്തെങ്കിലും ഒരു ടൂൾ വാങ്ങാൻ പോകും, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പറയും ഇന്ന ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് വാങ്ങുമല്ലോ. അപ്പോൾ ആ സെല്ലർ ഡ്യൂട്ടിയാണ് ആ പേർപ്പസ് എന്താണോ ബയർ പറഞ്ഞിരിക്കുന്നത് ആ പേർപ്പസിന് ഉതകുന്ന സാധനം കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻ സച്ച് കേസസ് ദ ബയർ ടെൽസ് ദ സെല്ലർ ഹിസ് പേർപ്പസ് ആൻഡ് ബൈസ് ദ ഗുഡ്സ് ഓൺ ദ അഷ്വറൻസ് ഗിവൺ ബൈ ദി സെല്ലർ and the seller's ability and skill in judging. അപ്പോൾ if the buyer had made himself clear to the seller his purpose in buying that particular item, there is an implied condition that the goods will be suitable for the buyer. അപ്പോൾ ബയർ എന്ത് പേർപ്പസാണോ പറഞ്ഞത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ബയർ സെല്ലർ എങ്ങനെ അയാളെ പേർപ്പസ് എന്താണോ, ബയറെ പേർപ്പസ് എന്താണോ അതിന് പറ്റിയിട്ടുള്ള സാധനം തന്നെ സപ്ലൈ ചെയ്യണം. അപ്പോൾ സച്ച് ഇംപ്ലൈഡ് കണ്ടീഷൻ വിൽ എക്സിസ്റ്റ് ഓൺലി ഇഫ് ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ് ആർ ബോൺ ഇൻ മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് വെച്ചാൽ ദ ബയർ ഷുഡ് റിക്വയർ ദ ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. The buyer should clearly tell the seller what his specific purpose is. The buyer should rely on the skill and judgment of the seller, and it is the seller's business to supply such goods. ഈ കണ്ടീഷൻസ് ഒക്കെ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഇനി പറയുന്നത് കണ്ടീഷൻ ആസ് ടു മെർച്ചൻറ്റബിലിറ്റി. മെർച്ചൻറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ where goods are bought by description from a seller who deals in goods of that description, there is an implied condition that the goods shall be mercantile quality. മനസ്സിലായല്ലോ. അപ്പോൾ ഒരേ ഇതിലിപ്പം ഡീൽ ചെയ്യുന്ന ഒരു സെല്ലറാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കിണറിലൊക്കെ വെക്കുന്ന പമ്പ് സെറ്റ് ഉണ്ടല്ലോ, അത് മാത്രം വിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും അവിടെ പോയി പറയാം നമ്മളെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം അടിക്കാനുള്ള പമ്പാ വേണ്ടതെന്ന് പറഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടിയാണത്. ആ ഒരു മെർച്ചൻറ്റൈൽ ക്വാളിറ്റിയുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഇംപ്ലൈഡ് കണ്ടീഷനാണ് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റൈൽ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ ഗുഡ്സ് എപ്പോഴാണ് മെർക്കൻറ്റൈൽ ക്വാളിറ്റി ഉള്ളതാവുന്നതെന്ന് വെച്ചാൽ ഗുഡ്സ് ആർ ഓഫ് മെർക്കൻറ്റൈൽ ക്വാളിറ്റി ഇഫ് ദേ ആർ റീസണബിൾ ബൈ ഡിസ്ക്രിപ്ഷൻ ബൈ വിച്ച് ദേ ആർ നോൺ ഇൻ ദ മാർക്കറ്റ്.
അല്ലെങ്കിൽ ഇഫ് ദേ ആർ പർച്ചേസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ദേ മസ്റ്റ് ബി റീസണബിളി ഫിറ്റ് ഫോർ ദ പേർപ്പസ് ഫോർ വിച്ച് ദേ ആർ ജനറലി യൂസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ ഇസ് ഓൾവേസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ്സ് ബോട്ട് ഷുഡ് ഹാവ് മെർക്കൻറ്റബിലിറ്റി. അപ്പം മെർക്കൻറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹാസ് ബീൻ ഇൻ്റർപ്രിറ്റഡ് ബൈ ദി കോർട്ട്. അതായത് മെർക്കൻറ്റബിലിറ്റി മീൻസ് എ ക്വാളിറ്റി വിച്ച് റെൻഡേഴ്സ് ദ ഗുഡ്സ് പർച്ചേസ്ഡ് റീസെയിലബിൾ ഇൻ ദ മാർക്കറ്റ് അണ്ടർ ദിയർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ദ ഗുഡ്സ് ബോട്ട് ഫോർ പേഴ്സണൽ യൂസ് ഷുഡ് ബി റീസണബിളി ഫിറ്റ് ഫോർ ദ പേർപ്പസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എ വാച്ച് ഷുഡ് കീപ് കറക്റ്റ് ടൈം, എ ടി വി ഷുഡ് വർക്ക് വിത്ത് പ്രോപ്പർ സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി. അപ്പോൾ അതൊക്കെ മെർക്കൻറ്റബിലിറ്റിയാണ്. അതായത് അപ്പോൾ മെർക്കൻറ്റബിലിറ്റി ഡസ് നോട്ട് മീൻ എന്തൊന്നും ഇൻക്ലൂഡ് ചെയ്യൂല എന്നാണ് പറയുന്നത് മെർക്കൻറ്റബിലിറ്റിയിൽ. ദ ഗുഡ്സ് പർച്ചേസ് ഷുഡ് ബി ഓഫ് ടോപ്പ് ക്വാളിറ്റി, അങ്ങനെയൊന്നും വരില്ല. ഇപ്പോൾ ഒരു വാച്ച് വാങ്ങുന്ന അതിൽ കറക്റ്റ് ടൈം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഒരു ടി വി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടും പിക്ചർ ക്വാളിറ്റിയും നന്നാവണം, അല്ലാതെ ടോപ്പ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയാം, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. ഇനി പറയുന്നത് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. ഹോൾസംനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടിങ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അതായത് ദ കണ്ടീഷൻ അപ്ലൈസ് ഓൺലി ഇൻ കേസ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് ഫുഡ് സ്റ്റെപ്സ്. അതായത് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമല്ലോ, ഫുഡ് സ്റ്റെപ്സ്, അരി സാധനങ്ങളൊക്കെ തന്നെ, പ്രൊവിഷൻസ് ആൻഡ് ഫുഡ് സ്റ്റെപ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക, അതെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് വെൻ ഈറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻസ് ആർ സോൾഡ് ബിസൈഡ്സ് ദ ഇംപ്ലൈഡ് കണ്ടീഷൻ ഓഫ് മെർക്കൻറ്റബിലിറ്റി there is also another implied condition that the goods should be wholesome and fit for consumption. അപ്പോൾ ഹോൾസം എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, പ്രൊമോട്ടിങ് ഫിസിക്കൽ ഹെൽത്ത്. അതായത് ശരീരത്തിന് ഹാനികരമാവരുത്. നല്ല ഇപ്പോൾ അരി വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ട പൂത്തതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അരികളൊന്നും ആവരുത്. എങ്ങനെയുള്ളത് തന്നെ ആയിരിക്കണം, ഇറ്റ് ഷുഡ് പ്രൊമോട്ട് ഫിസിക്കൽ ഹെൽത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ the provisions applied must not only correspond to description and mercantile but also wholesome. Wholesome means that is they should promote physical health എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറെ ഒന്ന് വരുന്നത് ഇംപ്ലൈഡ് കണ്ടീഷനാണ്, കണ്ടീഷൻ ആസ് ടു സാമ്പിൾ. അപ്പോൾ കണ്ടീഷൻ ആസ് ടു സാമ്പിൾ ആസ് വെൽ ആസ് ടു ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. But whenever we want to purchase goods, generally we see some sample of those goods which we want to purchase. അപ്പോൾ after seeing the sample and satisfying ourselves with the sample, we will place order asking the dealers to supply goods which would correspond to the sample. അപ്പോൾ ഇപ്പം ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഹോൾസെയിൽ റൈസ്, ഹോൾസെയിൽ ഷോപ്പാണ് റൈസ് കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, സാമ്പിളായിട്ട് ചെറിയ പാത്രത്തിൽ ഇങ്ങനെ അരി എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഏതാ വേണ്ടതെന്നുള്ള. അപ്പം നമ്മൾ അത് കണ്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ചാക്കും അതുമായിട്ട് ഒരേ ആ സാമ്പിളിലുള്ളത് തന്നെയായിരിക്കണം ആ ചാക്കിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 15 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇഫ് എ സെയിൽ ഇസ് ഡൺ ബൈ സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, then there is an implied condition that the goods shall correspond both with the sample as well as description. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. അതേമാതിരി ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, ദസ് വെയർ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ സാമ്പിൾ ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ബൾക്ക് ഷാൾ കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ. അതേമാതിരി ദ ബയർ ഷാൾ ഹാവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിംഗ് ദ ബൾക്ക് വിത്ത് സാമ്പിൾ ആൻഡ് ഗുഡ്സ് സപ്ലൈഡ് ഷാൾ ബി ഫ്രീ ഫ്രം എനി ഡിഫെക്റ്റ് വിച്ച് വുഡ് നോട്ട് ബി അപ്പാരൻറ്റ് ഓൺ റീസണബിൾ എക്സാമിനേഷൻ ഓഫ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസിൽ വരുന്നത്. അതായത് ആ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, എവിടെ എഴുതി വെക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇംപ്ലൈഡ് വാറണ്ടീസ് നോക്കാം. ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഇൻ എക്സ്പ്രസ് ടേംസ്. എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഇന്ന വാറണ്ടി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ബട്ട് ദ ലോ ടേക്സ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് ദ പാർട്ടീസ് ഹാവ്
ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും അതിലൊരു നിയമപ്രകാരം അതങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? എഴുതി വെക്കണം എന്നൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ഇംപ്ലൈഡ് വാറൻറ്റീസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, വാറൻറ്റി ഫോർ ക്വയറ്റ് പൊസഷൻ. അതായത് ദർ ഇസ് എൻ ഇംപ്ലൈഡ് വാറൻറ്റി ദാറ്റ് ദ ബയർ ഷാൾ ഹാവ് ക്വയറ്റ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഷാൾ എൻജോയ് ദം. അതായത് ഈ സെക്ഷൻ 14B presumes that the buyer shall have and enjoy quiet possession of goods. Once the goods are in the possession of the buyer, he can enjoy them in the way he likes. Nobody can disturb him in the enjoyment of the goods in his possession എന്നാണ് പറയുന്നത്. If disturbed in any way, the buyer can recover damages from seller through the court. Okay. അപ്പോൾ ഇറ്റ് ഇസ് എന്താണ്, ദർ ഇസ് എൻ ഇംപ്ലൈഡ് വാറൻറ്റി ദാറ്റ് ദ ബയർ ഷാൾ ഹാവ് ക്വയറ്റ് പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. വെർ ദ ബയർ ഹാസ് ഒബ്റ്റെയിൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഇഫ് ദി ബയർ ഇസ് ഇൻ എനി വേ ഡിസ്റ്റർബ്ഡ് ഇൻ ദ എൻജോയ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ബയർ ഹാസ് എ റൈറ്റ് ടു സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ് കോസ്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു ഇംപ്ലൈഡ് വാറൻറ്റി പറയുന്നത് ഇംപ്ലൈഡ് വാറൻറ്റി എഗെയിൻസ്റ്റ് എൻക്യുംബ്രൻസ്. അതായത് എൻക്യുംബ്രൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്ലെയിം, ലീൻ, ലയബിലിറ്റി അറ്റാച്ച്ഡ് ദ പ്രോപ്പർട്ടി. ചിലപ്പം ലീസോ മോർഗേജോ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബാധ്യത ഉണ്ടാവും. അതിനെയാണ് എൻക്യുംബ്രൻസ് എന്ന് പറയുക. പണ്ട് സെക്ഷൻ 14C പറയുന്നത് എന്താ അറിയോ, ദർ ഇസ് എൻ ഇംപ്ലൈഡ് വാറൻറ്റി ദാറ്റ് ഗുഡ് ഷാൾ ബി ഫ്രീ ഫ്രം ഓൾ എൻക്യുംബ്രൻസ് ഓർ ചാർജ് ഇൻ ഫേവർ ഓഫ് എ തേർഡ് പാർട്ടി not declared or unknown to the buyer at the time of contract or before. അതായത് അതെവിടെ എഴുതി വെക്കൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു ബാധ്യത ഉണ്ടാവരുത് എന്ന്. ഞാനിപ്പോൾ ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ലാൻഡ് വിൽക്കുകയാണ് വിചാരിച്ചോളൂ, ലാൻഡോ അല്ലെങ്കിൽ എൻ്റെ കാറ് വിൽക്കുകയാണെങ്കിൽ ആ കാറിൻ്റെ RC വെച്ചിട്ട് ഞാൻ ചിലപ്പം പൈസയൊക്കെ വാങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബാധ്യത ഉണ്ട്, ഒരു എൻക്യുംബ്രൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെവിടെ എഴുതി വെക്കണം എന്നൊന്നുമില്ല. ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് വാറൻറ്റി. മനസ്സിലായല്ലോ? അപ്പം ഇംപ്ലൈഡ് വാറൻറ്റി എഗെയിൻസ്റ്റ് എൻക്യുംബ്രൻസ് എന്താ പറയുന്നത്, in all cases of sale that the goods are not subject to any charge or encumbrance in favor of third parties which is not disclosed or known to the buyer before or at any time when the contract of sale is made. ഓക്കെ, അതായത് ഗുഡ്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു എനി കൺസീൽഡ് ചാർജ്, അറിയാത്ത ചാർജ് ഉണ്ടാവും. നേരെ മറിച്ചിട്ട് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പറയാണ് ഈ കാറിന് ഇത്ര ബാധ്യത ഉണ്ട്, ഇനിയും ഇത്ര ലോൺ അടച്ച് തീർക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് സെയിൽ നടത്തുകയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് കൺസീൽഡ് ഒളിച്ചു വെച്ചും കൊണ്ടുള്ള കളികളൊന്നും പാടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇംപ്ലൈഡ് വാറൻറ്റി ആസ് ടു റീസണബിലിറ്റി ഓഫ് ഗുഡ്സ്. അതായത് ഇംപ്ലൈഡ് വാറൻറ്റി ആസ് ടു യൂസേജ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ an implied warranty as to quality of fitness for a particular purpose may be fixed by the usage of trade എന്നാണ് പറയുന്നത്. അതായത് when the goods are dangerous and seller is aware that the buyer is ignorant of the dangerous nature of the goods, he should warn the buyer about the probable danger എന്നാണ് പറയുന്നത്. അതായത് when goods for sale are dangerous in nature and seller knows that the buyer does not know anything about the dangerous nature of the goods, it is the duty of the seller to warn the buyer about the dangerous nature of goods he is buying. മനസ്സിലായല്ലോ? ഇഫ് ദി സെല്ലർ ഡസ് നോട്ട് ഡു സോ ആൻഡ് ഇഫ് ദ ഗുഡ്സ് കോസ് ഇഞ്ചുറി ടു ദ ഇഗ്നറൻറ്റ് ബയർ, സെല്ലർ വിൽ ബി ലയബിൾ എന്നാണ് പറയുന്നത്. ഇപ്പം ഒന്നും അറിയാത്തൊരാൾ ഇപ്പം എന്തെങ്കിലും ഒരു ഗ്യാസോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങുകയാണ്, LPG കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ, അതും വാങ്ങിയൊക്കെ പോയി വീട്ടിലെത്തിയ സമയത്ത് അയാളത് തുറന്നിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സെല്ലറാണ് ഉത്തരവാദി. കാരണം അയാളൊന്നും ഇഗ്നറൻറ്റ് ബയർ ആണെങ്കിൽ എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരതാണ്? സെല്ലറുടെ ഡ്യൂട്ടിയാണ്. സോ വാറൻറ്റി ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഇനി നമുക്ക് വരാൻ പോണത് കാവിറ്റ് എംപ്റ്റർ ആണ്. ഡോക്ട്രിൻ ഓഫ് കാവിറ്റ് എംപ്റ്റർ എന്ന് പറയും. അത് ഞാൻ അടുത്ത വീഡിയോ ആക്കി ഇട്ട് തരാം. താങ്ക് യു.